ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന കൊല്ലം ബീച്ച് കടലെടുക്കുകയാണ്. കടലിലേക്ക് 100 മീറ്റർ വരെ വീതി ഉണ്ടായിരുന്ന മണൽപ്പരപ്പ് 25 മീറ്ററോളമായി ചുരുങ്ങി. മഴ കനത്തോടെയാണ് കര വലിയ തോതിൽ ഇല്ലാതായത്. വെടിക്കുന്ന് മേഖല മുതൽ തുറമുഖത്തിന് സമീപം വരെയാണ് കടലാക്രമണത്തിൽ കര ഇല്ലാതാകുന്നത്. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വരുന്നൊരിടമാണ് കൊല്ലം ബീച്ച്. കൊല്ലത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകളിൽ നഗരഹൃദയത്തിലെ പ്രധാന ഇടമാണ് ഈ പരിസരം. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും കൊല്ലം ബീച്ച് മെലിയുകയാണ്. നമ്മൾ ഈ ബീച്ചിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ബോർഡാണ് നമ്മളെ വരവേൽക്കുന്നത്. ബീച്ചിൽ അപകട സാധ്യത കൂടിയ ഭാഗങ്ങളിൽ ഇറങ്ങരുത്. അപ്പോൾ ബീച്ചിൽ എവിടെയൊക്കെയാണ് അപകട സാധ്യത എന്ന് ചോദിച്ചാൽ ഈ ബീച്ചിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു കയർ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഇറങ്ങരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ശക്തമായ തിരമാലകൾ ഇവിടം വരെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിൽ ഈ കടലിലെ തിരമാല എത്തിയതിൻ്റെ പാടിവിടെ കാണാം. വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇവിടം വരെയൊക്കെ തിരമാല അടിച്ച് കയറിയിട്ടുണ്ട്. മുമ്പ് ഇവിടെയൊക്കെ തന്നെ നിരവധി ആളുകൾക്ക് സുഖമായി എത്താൻ പറ്റുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഈ തീരം ഇങ്ങനെ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഇവിടെ മണൽനിരപ്പ് എന്ന് പറയുന്നത് ഏകദേശം 100 മീറ്ററോളം ആയിരുന്നു. പക്ഷെ അത് 20 മുതൽ 25% വരെയായി ഇപ്പോൾ കുറഞ്ഞു എന്നാണ് ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ പറയുന്നത്. അതായത് വലിയ തോതിൽ കൊല്ലം ബീച്ചിനെ കടൽ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ മേഖലകളിലേക്ക് കടൽ കൂടുതൽ വരുന്നു. ആളുകൾക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലത്താണ് ഇത് വലിയ തോതിൽ ഇങ്ങനെ കടലെടുക്കുന്ന, ഇല്ലെങ്കിൽ കടൽ ഇങ്ങനെ കരയിലേക്ക് കയറി വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും കൊല്ലംകാരെ സംബന്ധിച്ച് അവർ വലിയ ആഘോഷമാക്കുന്ന ഒരു ഇടമാണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. ചേട്ടാ, ഈ നമ്മൾ കുറേ കാലം ഇങ്ങനെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും കടൽ കയറി വരുന്നതായിട്ടാണോ തോന്നുന്നത്? നിൽക്കാനുള്ള സ്ഥലം ഇല്ല. പണ്ട് ഇവിടെ ഒരു ആ ലെവലിൽ തിരയുടെ ലെവല് വരെ ആൾക്ക് പോകാമായിരുന്നു. ഇപ്പം ഒന്നും പോകാനില്ല, സ്ഥലമില്ല അവിടെ. ഈ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും ഒരുപാട് ആൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഈ ആളിനൊന്നും ഇരിക്കാൻ സ്ഥലമില്ല. ആശങ്കയുണ്ട് അല്ലേ? ആശങ്ക നല്ലപോലെയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. അത് കരയെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിഴുങ്ങിയാൽ എത്ര നാൾ കൊല്ലം ബീച്ച് ഉണ്ടാകുമെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഈ കൊല്ലം ബീച്ചിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം. കാരണം ആയിരക്കണക്കിന് കൊല്ലംകാരുടെ അഭിമാനമാണ്, ഇല്ലെങ്കിൽ അവരുടെ വിശ്രമ കേന്ദ്രമാണ് ഈ നഗരഹൃദയത്തിലെ ബീച്ച്. വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, റിപ്പോർട്ടർ, കൊല്ലം.